So guys, welcome back to another day in Beijing. So in the Beijing നാലാമത്തെ ദിവസമാണ്. 3 ദിവസം എത്ര പെട്ടെന്ന് പോയെന്നാണ് ഇതിൽ. അപ്പം ഇന്നലെ എനിക്ക് കുറേ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കടന്നപ്പോൾ താമസിച്ചു. അപ്പോൾ രാവിലെ ഞാൻ വളരെ താമസിച്ചാണ് എഴുന്നേറ്റ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്വിക്കായിട്ടൊരു കോഫി കുടിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ പ്രസൻറ്റേഷൻ നടക്കുന്ന കൺവെൻഷണൽ ഹാള്, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു മെയിൻ പ്രസൻറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഒരു കോട്ടൊക്കെ ഇട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഈ ഹോട്ടലിൽ നിന്നൊരു 10 മിനിറ്റ് നടന്നാൽ മതി ആ കൺവെൻഷൻ ഹാളിലേക്ക്. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അപ്പം ഞാൻ അവിടേക്ക് പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ആദ്യം നടന്നു പോവാം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓർത്ത് ഒരു ക്യാബ് വിളിക്കായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ ഗൂഗിൾ മാപ്പ് അത്ര കറക്റ്റ് അല്ല, നമ്മളിവിടെ ചൈനീസ് മാപ്പ് യൂസ് ചെയ്യണം. അത് അത്ര ഞാനങ്ങനെ യൂസ്ഡ് അല്ല. അപ്പം ഞാനതിങ്ങനെ നോക്കി പോവാണ്. ഇനി ഒരു 4 മിനിറ്റ്സ് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കൺവെൻഷൻ സെൻറ്റർ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അവിടെ എത്തിയിട്ട് Turn left front. ചൈനയിലെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. എനിക്കൊന്ന് ഈ ഈസ്റ്റേൺ കൺട്രീസിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര ഹമ്പിളാണ്. അതായത് അവർ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ സംസാരിക്കത്തില്ല, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര ഹമ്പിളാണ്, ആൾക്കാർ ഹെൽപ്പിംഗ് ആണ്. പിന്നെ ഇവിടെ ചൈനയിൽ വരുമ്പം നമുക്ക് കയ്യിൽ വീചാറ്റും അലിപ്പേയും 2 ആപ്പ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം എല്ലാം പോസിബിളാണ്. എല്ലാവരുടെയും ഇതുണ്ട്, ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ എല്ലാ ഇതിലും നടക്കും, പേയ്മെൻറ്റ്സ് ചെയ്ത് നടക്കും. നമുക്ക് എല്ലായിടത്തും സ്കൂട്ടറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് എടുത്തിട്ട് പോവാം. ഇലക്ട്രിക് വെഹിക്കിൾസ് എടുത്തിട്ട് പോവാം. എല്ലാ ആപ്പിൽ കൂടെ നടക്കും, എല്ലാ ബുക്കിംഗ് നടക്കും. ഇങ്ങനെ കാണുന്ന സൈക്കിൾസ് ഒക്കെ ഇല്ലേ, ഈ സൈക്കിളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അലിപേ സ്കാൻ ചെയ്തിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ. വളരെ ചെറിയ എന്തോ രജിസ്ട്രേഷൻ ഫീസ് മാത്രം മതി. അത് വീചാറ്റിലാണ്, ഇത് അലിപേയിൽ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാക്കിച്ചാൽ ഇവിടെയൊക്കെ ആൾക്കാർ ഭയങ്കര ഇൻഫോർമലാണ് കേട്ടോ. ഫോർമൽ ആവേണ്ട കാര്യമേ. അങ്ങനെ ഞാൻ നടന്ന് ബീജിംഗ് കൺവെൻഷണൽ സെൻറ്ററിലെത്തി. അപ്പോൾ ഇനി റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ പ്രസൻറ്റേഷൻ നടക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പേ കുറച്ച് പ്രസൻറ്റേഷൻസ് ഉണ്ട്, അതിൽ 2-3 പേരൊക്കെ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒന്ന് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കൺവെൻഷൻ ഹാളിലേക്ക് കയറി രജിസ്ട്രേഷനൊക്കെ ഒന്നിടുന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഹാളിൽ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ടൈറ്റിലും ടൈമിങ്ങും പ്രസൻറ്റേഷൻ ഹാൾ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ
കറക്റ്റ് സ്ഥലം നോക്കി കണ്ടുപിടിച്ച് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പേ വേറൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് ഓൾറെഡി അവിടെ തുടങ്ങിയെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് ഇല്ല, ഓറൽ സെഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ ആൾക്കാർ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. എന്നാൽ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ട് കാണാം. പ്രസൻറ്റേഷൻ ഇന്ന് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് എനിക്ക് അവിടെ ആരും അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ 1-2 പിക്ചേഴ്സ് എടുത്ത് ഞാൻ ചുമ്മാ വെച്ചാണ്. നല്ല അടിപൊളിയായിരുന്നു, വളരെ നല്ല ഫീഡ്ബാക്സ് ഒക്കെ ആയിരുന്നു. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി. പക്ഷെ എന്നാലും ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷറായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഇൻ്റർനാഷണലി കുറച്ച് പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്ന്. അതിവിടെ വന്നുകൊണ്ടാണ് നടന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. നമ്മുടെ ബീജിംഗ് ഒളിമ്പിക് സ്റ്റേഡിയത്തിനടുത്താണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ ചിലപ്പോൾ തിരിച്ചു വരും, കാരണം ഇന്ന് രാത്രി ഇവിടെ ഗാല നൈറ്റാണ്, വിത്ത് ഡിന്നർ. അപ്പം അതൊക്കെ കൂടെയുള്ള ഫെലോ റിസർച്ചേഴ്സിൻ്റെ ബാക്കി പ്രസൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് സൈക്കിൾ എടുത്തായിരുന്നു, ജസ്റ്റ് ടിയാമൻ സ്ക്വയറിലൂടെ കറങ്ങാൻ വേണ്ടി. 4 എന്നെ ആയിട്ടുള്ളൂ, ഭയങ്കര നല്ലതായിരുന്നു. അപ്പം 4 ദിവസം 3-4 ദിവസത്തെ ബീജിങ്ങിലെ ലൈഫൊക്കെ കഴിഞ്ഞു. നേരെ തിരിച്ച് ഹോട്ടലിൽ പോയി കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയിട്ട് തിരിച്ചെത്തി. ഇനി കുറച്ച് പ്രോഗ്രാംസാണ്, ഫുള്ള് ചൈനീസ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഡിന്നറും ഒക്കെ കണ്ടുപിടിക്കും. കൂടുതലൊന്നും പറഞ്ഞില്ല, നാട്ടിൽ ഒരു ഡിന്നറായിരുന്നു. അപ്പം ഞാൻ ഫുഡ് കഴിക്കണം. ബാക്കി വിശേഷം വേറെ പറയാം.